ചേച്ചി എന്തിനാ കരയുന്നേ? വിഷമിക്കല്ലേ, വേദന ഇപ്പൊ മാറും. കാലൊന്ന് തട്ടിയതല്ലേ ആടി, ഇപ്പൊ മാറും. എന്തിനാ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നേ? നിനക്കത് പറയാൻ പറ്റില്ല, എന്റെ വിഷമം. ചേച്ചി ഇങ്ങനെ കരയില്ലേ, ഞാൻ അമ്മേനെ വിളിക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അല്ലാണ്ട് ഇങ്ങനെ കരഞ്ഞിട്ട് എന്തിനാ? വേണ്ടടി, ഇത് റെസ്റ്റ് എടുത്താ മാറും. ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ചേടാ, ലോകത്താരും കാലി കട്ടാത്ത പോലെയാ. എന്ത് കരച്ചിലാണിത്? അതാലാട്ടോ ഓമിക്ക് എങ്ങനെ തോന്നി എന്നോടിക്കടി ചെയ്യാം. ദുഷ്ടൻ, ഒന്നില്ലേ എന്നോടൊന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ പാടില്ലാലോ. അപ്പൊ ഞാൻ ആരും അല്ലേ? അവരിപ്പോ എന്നെക്കാളും വലിയത് അവളാണോ? എന്തായാലും ഞാനിതൊക്കെ സഹിക്കും. ചേച്ചി ചേച്ചി, എന്താടി നിനക്ക്? ചേച്ചി ഇതുവരെ വേദന മാറിയില്ലേ? ആ, കുറവുണ്ട്. എന്താ ശരി, ചെയ്യാണ്ടൊന്ന് പോകാവോ? അങ്ങനെ പറയില്ല ചേച്ചി. ചേച്ചിക്ക് വേദന ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതല്ലേ ഞാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നേ, നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ വേദന മാറുമല്ലേ? ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ? മാറുമോലെ, എനിക്കിപ്പോൾ മാറിക്കോളൂ കേട്ടോ. ചേടാ വാ ചേച്ചി, നമുക്ക് ഡ്രസ്സൊക്കെ മാറി വേറെ ഉടുപ്പിടാം. വാ, കുറച്ച് കഴിയട്ടെ, ഞാനൊന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ ഇവിടെ. ശരിക്കും വേദന ഉണ്ടോ? പിന്നെ ഇല്ല, നിനക്കൊന്ന് കണ്ടൂടെ? കാല് തട്ടിയ പോലത്തെ വേദനയൊന്നും അല്ലല്ലോ അത്. പിന്നെ നീ എന്താ പറഞ്ഞു തന്നെ? എന്തോ മനസ്സിന്റെ വേദന പോലെ ഉണ്ടല്ലോ. ഒന്ന് പാടി, എന്നെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കാതെ. എനിക്ക് വേദന എടുത്തിട്ട് വയ്യ. നീ അപ്പുറോട്ട് പോ. ഇവിടെ അച്ഛനമ്മ ഇല്ലാത്ത ഞാൻ വേണം ചേച്ചിനെ നോക്കാൻ. നോക്കട്ടെ, പരിക്കൊന്നും കാണുന്നില്ലല്ലോ. ഉള്ളിലാടി, ഉള്ളില്. കാലിന്റെ ഉള്ളിലോ? അല്ല, മനസ്സിന്റെ. എന്താ ചേച്ചി? ആടി, കാലിന്റെ ഉള്ളില്. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ? ചേച്ചി ഞാൻ പരിശോധിക്കട്ടെ, തൊട്ട് നോക്കട്ടെ? വേണ്ടടി, എനിക്ക് വേദന എടുക്കും. പുറമൊന്നും ഇല്ല, മിക്കവാറും എക്സ്റേ ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ കുത്തിയപ്പോ ചേടാ, പറയാനുള്ള ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ ആരാ ഡോക്ടറാ? കുറെ നേരായി. എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ കീറിപ്പൊളി കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അതല്ലേ, എനിക്ക് കുറച്ച് സമാധാനം തരും എന്റെ പാറു. ഓ, എത്ര വേണേലും തരാം. അതിനിപ്പോ എന്താ ചേച്ചി? കുറച്ച് ഐസ് വെച്ച് തരട്ടെ? ഇല്ല, ഡോക്ടറിന് രോഗി കളിക്കാനുള്ള സമയമല്ല പാറു. ഒന്ന് പോയേ. ഓ ചേച്ചിക്ക് ഞാനിപ്പോ വലിയ ശല്യമല്ലേ? എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. നീ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക്. അതെന്ത് വേദന? ഒറ്റയ്ക്കിരുന്നാ മാറാവുന്ന വേദനയൊക്കെ ഉണ്ടോ? പിന്നെ പാറു, അല്ല ചേച്ചി, ഇപ്പൊ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. പല പല വേദനകളുണ്ടേ. കാലം പോയ പോക്കേ. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ചേച്ചിനെ ശുശ്രൂഷിച്ചോളാം കേട്ടോ. എന്റെ പാറു, നീ ആ വാക്കല്ലേ ആദ്യം പറയാൻ പഠിക്കും. ചെല്ലടി, പോയി TV കാണും. എന്നാ ചേച്ചി വാ, വേദനയ്ക്കൊരു സമയം കിട്ടുമല്ലോ. ഇന്ന ഡോറാ ചെയ്തും കാണാൻ എനിക്ക് വയ്യ. പോ. വേണ്ട ചേച്ചി, ചേച്ചിക്ക് പോയല്ലോ. അതുകൊണ്ട് നമുക്ക് ഹിന്ദി സീരിയലിൽ തന്നെ കാണാം. ഇവളൊക്കെ കൊണ്ടത് അറിയാൻ പോലും സംഭവിക്കില്ലല്ലോ. എന്ത് ശരിയാണിത്? ചേച്ചി ഇപ്പം ആകെ തളർന്നിരിക്കുക. ചേച്ചിക്ക് ഇപ്പോൾ വേണ്ട റെസ്റ്റും ഒരു കമ്പനിയാ. റെസ്റ്റ് ഇങ്ങനെ ഇരുന്നാൽ കിട്ടും, കമ്പനിയോ ഞാൻ തന്നെ വേണ്ടേ? എൻ്റെ പൊന്നോ, ഇത് കഴിയുമ്പോൾ എൻ്റെ തല. ചേച്ചി ഇപ്പം കുറവണ്ട, കുറച്ച് ബാമിട്ട് വന്നാലോ? ഞാൻ ബാമൊക്കെ ഇട്ടിട്ടുണ്ട്, നീ ഒന്ന് പോയി തന്നാൽ മതി എനിക്ക്. ചേച്ചി ഞാൻ അവിടെ ഇരുന്നോട്ടെ. എന്തിനാ ചേച്ചി? ഞാൻ വേറെ അവിടെ പോകാനാ? ഇരിക്കുന്നതൊക്കെ കള. ആ വാഴ തടച്ചു വെക്കും. എത്ര നേരമായി മനുഷ്യർ ശല്യം ചെയ്ത്. അങ്ങനെ പറയല്ലേ ചേച്ചി, ചേച്ചിക്കറിയാലോ, എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ, ചൂടൊന്നുമില്ല. വേദന വന്നാൽ ചൂട് വന്നാൽ പിന്നെ വിഷയാ. അപ്പം ചൂടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് പെട്ടെന്ന് മാറും കേട്ടോ. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ ചേച്ചി? എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിടെ കുറേ പറഞ്ഞു പൊടിയത്. അപ്പം ചേച്ചി മനസ്സിലായില്ലേ ഞാൻ പോകത്തില്ലെന്ന്? പിന്നെന്താ, അത് ഞങ്ങൾ ശീലമായിക്കോളും. എന്ത് കഷ്ടമാണ് ചേച്ചി. ഞാൻ ഇവിടെ കിടന്നോട്ടെ? ആ, കിടക്കങ്ങോട്ട്. ചേച്ചി ഇത് കരച്ചിലാണ്. ഇതിലും ഭേദം. എന്നാ ചേച്ചി, ചേച്ചിക്ക് ഇപ്പം നല്ല സന്തോഷമായില്ലേ? ചേച്ചിക്ക് ഇങ്ങനെ ഒരു അനിയത്തെ കിട്ടിയതിൽ എന്ത് ഭാഗ്യമാണ്. ഞാൻ കുറച്ച് ഭാഗ്യമുള്ള കൂട്ടത്തിലായിരുന്നു, അതെനിക്കിപ്പോൾ മനസ്സിലായി. അച്ഛനമ്മ പെട്ടെന്ന് വന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇപ്പം എന്താ, ആരായിരിക്കും? ആ, എൻ്റെ നടു പാടു, പോയി നോക്കാരാന്ന്. പിന്നെ ഡോറിൻ്റെ ഇടവഴി നോക്കിയാൽ മതി, ഡോർ തുറക്കണ്ട. അച്ഛനമ്മ അല്ലെങ്കിലോ? ആ ചേച്ചി, എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ പോയി നോക്കിയിട്ട് ആരെയും ഇവിടെ ഒന്ന് പറയാം, എന്നിട്ട് തുറന്നാൽ പോരെ? എന്നിട്ടേ തുറക്കാവുള്ളൂ കേട്ടല്ലോ. ശരി പറു, ആരാണെങ്കിലും എന്നോട് ഒന്ന് പറഞ്ഞിട്ട് തുറക്കാവൂ. ആ ശരി ശരി. ഒറ്റക്കൂടെ ഇരിക്കോ? ആടി ഒന്ന് പോ. ഇതിപ്പോൾ ആരാണ് മനുഷ്യന് മെനക്കെടുത്ത? ഞാൻ ചേച്ചിയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാന്ന് വെച്ചാൽ സമ്മതിക്കും. തോപ്പിച്ചോട്ടണോ? തുറക്കണ്ട, ചേച്ചിയോട് പറഞ്ഞിട്ട് തുറക്കാം. ചേച്ചി ചേച്ചി, എന്നാടി നിനക്ക്? ഞാൻ അവിടെ ഇരിക്കുന്നത് കാട്ടൂടെ? വന്നത് ആരാന്ന് ചേച്ചിക്ക് അറിയണ്ടേ? ആരാ? നമ്മുടെ സ്വന്തം ടോബിച്ചേട്ടനാ ചേച്ചി. ടോബിയോ? അവനെന്താ ഇവിടെ? ഞാൻ പോയി നോക്കട്ടെ ചേച്ചി. പാറു, ഇങ്ങ് വന്നേ.
ആലോചിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറയണം. എനിക്ക് പാരും കാണണ്ട പാറു, ഒന്ന് രക്ഷിക്കുമോ? ആലോചിക്കട്ടെ. അപ്പം എന്ത് പറയും? ഞാനും പുറത്തു പോയെന്ന് പറയാമോ? എന്തിനാ പ്ലീസ്? നല്ല പാറു അല്ലേ? നീ പറയണ എന്ത് ഞാൻ കേൾക്കാം. ശരി, ആലോചിക്കട്ടെ. ഞാൻ ചിലത് കയ്യിൽ നിന്നൊക്കെ ഇടും, കേട്ടില്ല? നീ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ എനിക്കിപ്പോൾ അവനെ കാണണ്ട. എനിക്ക് അവനെന്നല്ല ആരെയും കാണണ്ട. ആ ശരി ശരി. ഓ ഓടി ഓടി തളർന്നു. ഇതിപ്പോൾ നീയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവം ചേച്ചി, കരയാൻ ആരും കാണണ്ടല്ലോ. അല്ല, ഇതാരും തോന്നിച്ചേട്ടനാ. ഞാൻ തിരക്കായിപ്പോയി, അതാണ്. വാ വാ കേറുവാ. അല്ല, എവിടെ മാളുമൊക്കെ എന്തി? പിന്നെന്താ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നേ? ചേട്ടാ, അതെ മാളി ചേച്ചിക്ക് സുഖയില്ല. ചേച്ചിനെ കൊണ്ട് അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയതാ. അവക്കെന്ത് പറ്റി? അത് ആരോടും പറയരുതെന്നാ പറഞ്ഞേ. പറ, എന്താ പറ്റി? അത് പിന്നെ വയറിനൊരു സുഖക്കുറവ്. അയ്യോ, ലൂസ് മോഷൻ ആണേ. എന്നിട്ടോ? ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. ഇനിയിപ്പം അറിയില്ലല്ലോ, ലൂസ് മോഷന്റെ കാര്യമല്ലേ. ഇതാണെങ്കിൽ പുറത്തും പറയാൻ പറ്റില്ല. ആണോ? ഷോ പാവം. പാറുവിനെ ഒറ്റക്കിട്ടിട്ട് പോയോ അവര്? ചേട്ടാ, അവര് പെട്ടെന്ന് വരുമല്ലോ. പിന്നെ ഇങ്ങനെ ഒരു കേസായതുകൊണ്ട് എങ്ങനെയാ കൂടെ പോവാ? അതാ. ശരി ശരി, ആള് വരുമ്പോ ഞാൻ വന്നെന്ന് പറയണേ. പറയാം ചേട്ടാ, ഫോൺ വിളിക്കാട്ടാ. ശരി പാറു, നീ ഇവിടെ സൂക്ഷിച്ചിരിക്കണം കേട്ടോ. ശരി, ബൈ. ബൈ ചേട്ടാ. എടീ, ഡോർ അടിച്ചേര്. ഓക്കെ ഓക്കെ. നീ ഡാൻസ് കളിക്കാതെ എന്താ പറഞ്ഞെന്ന് പറയടി. അത് പിന്നെ ചേച്ചി, ഞാനിപ്പോൾ എങ്ങനെ പറയും? എന്താ? അത് പിന്നെ അച്ഛനും അമ്മയും അങ്കിളിൻ്റെ ആൻറ്റിയുടെ ഒപ്പം അങ്കിളിൻ്റെ തറവാട്ടിൽ പോയത് നന്നായി. അതെന്തായാലും ഒരു ബെനിഫിറ്റ് ആയിട്ടുണ്ട്. എന്ത്? അല്ല, ഞാൻ ടോബി ചേട്ടനോട് പറഞ്ഞു ചേച്ചി അവരുടെ കൂടെ പോയതാണ്. അവൻ എന്തിനാ വന്നതെന്ന് വല്ലതും പറഞ്ഞു? ഇല്ലല്ലോ, ചേച്ചി പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കാൻ. അല്ലല്ല, ആവശ്യത്തിന് ഇവിടെ ഒന്നും വാ തുറക്കൂലല്ലോ. എന്താ ചോദിക്കണമായിരുന്നോ? വേണ്ട, ഇതെന്നെ വലിയ ഉപകാരം. അല്ല, ഞാൻ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോൺ ചെയ്ത് പറയാലോ. എൻ്റെ പൊന്ന് വാറോ, വേണ്ട, അവൻ പോയല്ലോ, അത് മതി. അല്ല, നിന്റെ കാലിൽ എന്ത് പറ്റി? വണ്ടി വൈകി ചെറുതായിട്ടൊന്ന് താങ്ങിയതാ. കണ്ടോ? കുഴപ്പമൊന്നുമില്ല. കണ്ടാ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് വാറോ എവിടെയല്ലോ. അല്ല, കാലിടിച്ചാലും വലിയ വേദനയൊന്നും ഇല്ലെന്നേ. അതാ ഞാൻ പറഞ്ഞു വന്നത്. നിന്നെ പോലെയാണ് ഞാൻ, എനിക്ക് വേദനയൊക്കെയുണ്ട്. പാവം എൻ്റെ ചേച്ചി. അപ്പം എന്തിടി അയ്യോ ഇടിച്ചത്? നീ ഇത് കിടന്ന് ചൊറിയാണ്ടൊന്ന് പോകാവോ? അയ്യടാ, ഇത് എന്നെ കൂടി വേണ്ട. കുറെ നേരമായല്ലോ. പോ. എന്ത് കഷ്ടമാണ്. വേണി ചേച്ചി പോകണ്ടല്ലോ, ഞാനൊന്നും പോയില്ല. ആദ്യം ജനിച്ച ഞാനാ, അപ്പൊ എന്നെ വേണ്ട. നീ രണ്ടാമത് വന്നതാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ഇതിന് മാത്രം ആലോചിക്കാൻ? എന്താ ആലോചിക്കാമെന്ന്? ആദ്യം ജനിച്ച ചേച്ചി, അതിലിവിടെ പ്രസക്തിയില്ല. അന്നീ ബെഡ് പോലും ഇല്ലാന്ന്. അപ്പഴാ നീ തന്നെ തവിട. അപ്പഴാ തവിടാലെന്ന് കൂടെ എല്ലാവർക്കും അറിയാം. ചേച്ചി തവിട് അല്ലടി പാറു. അത് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. നിന്റെ അച്ഛനമ്മ തവിട് കൊടുത്ത് വാങ്ങിയതാ. പോ ചേച്ചി അന്ന്. അതേടി, നിന്നെ അത് ഒരിക്കലും അറിയിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ചേച്ചി എന്താ ഈ പറയുന്നേ? ഇടത്തവിട് കൊടുത്ത് വാങ്ങിയതാണെന്തോ? അയ്യോ, അപ്പൊ ചേച്ചി എന്ത് ചേച്ചി അല്ലേ? അടി ഞാൻ ഒറ്റ പോള. ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ. ഇവിടെയുള്ളത് പെട്ടി അല്ലേ ചേച്ചി? എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ഇപ്പം പറയുന്നേ? ഞാനൊന്നും അറിയാതിരുന്നാ പോരായോ ചേച്ചി? ചേച്ചി അയ്യോ, ഇത് ചേച്ചി എങ്ങനെ വിളിക്കൂ? ചേച്ചി അല്ലല്ലോ. പടി പാടി.